സദ്യയിൽ വെല്ലാൻ ഇവനെ വെച്ച വേറെ ആരും ഇല്ലാന്ന് തന്നെ പറയാം. നമ്മുടെ വായിൽ ഫുള്ള് വെള്ളം ഊറുന്ന വല്ല ചോക്ലേറ്റ് ക്രീമി ടെക്സ്ചർ പോലെ നല്ല രസത്തിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുകയാണ് നമ്മുടെ ഇഞ്ചിക്കറി അല്ലെങ്കിൽ ഇഞ്ചിപ്പുളി. സദ്യ ഇങ്ങോട്ട് വിളമ്പേ നമ്മൾ ആദ്യം ടേസ്റ്റ് ചെയ്യുന്ന ആരെയാ? നമ്മുടെ ഇഞ്ചിപ്പുളി, അതായത് ഇഞ്ചിക്കറിയാണ്. അപ്പം നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൂസ് ക്രേസികളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു കൈപ്പിടി അത്ര ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള കുറച്ചധികം പുളിയെടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ നീരെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പിടി പുളിയുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഒരു പാത്രത്തിൽ കുറച്ച് നേരം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നല്ലോണം നമുക്കൊരു നീരെടുക്കാം. പിന്നെ നെക്സ്റ്റ് നമുക്ക് ആവശ്യമുള്ളത് ഒരു 2-3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ഇഞ്ചിൻ്റെ 2 പീസ് ഞാൻ കുറച്ചായിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി ഇത് രണ്ടും നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് വെക്കണം കേട്ടോ. ഇനി അടുത്തത് നമുക്ക് ഒരു മധുരം ബാലൻസ് ചെയ്യാൻ, പുളിപ്പ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 അച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, അതായത് ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഈ പുളിയും പിഴിഞ്ഞ വെള്ളവും പിന്നെ നമ്മുടെ ഈ ഐറ്റംസ് എല്ലാം കൂടെയാണ് നമ്മൾ ഇന്ന് മെയിനായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ മുഴുവൻ കാണണം കേട്ടോ. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇനി നമുക്ക് മെയിനായിട്ട് ആദ്യം വേണ്ടത് നമുക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവ വേണം, കടുക് വേണം, അതുപോലെ തന്നെ 2 വറ്റൽമുളക് വേണം, പിന്നെ 2 തണ്ട് കറിവേപ്പില വേണം. ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ അടുത്തതായിട്ട് പുളി വെള്ളം പിഴിഞ്ഞിട്ട് നല്ല തിക്കായിട്ട് വെച്ചിട്ടുണ്ട്. പുളി ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് നീര് ഇതിങ്ങനെ പിഴിഞ്ഞെടുക്കാം കേട്ടോ. കൈകൊണ്ട് പിഴിഞ്ഞാൽ മതി. എന്നിട്ട് അതിൽ ഒന്നും പെടാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ പിഴിഞ്ഞൊക്കെ അമ്മ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമുക്കൊരു കാര്യങ്ങളോടെ ആഡ് ചെയ്യാനുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും ഉലുവയും അതിലിട്ട് കൊടുക്കാം. അത് നന്നായിട്ട് പൊട്ടി വരട്ടെ കേട്ടോ. പൊട്ടി വന്നതിന് ശേഷം നമുക്ക് കറിവേപ്പിലയും പിന്നെ വറ്റൽമുളകും അതിലേക്ക് ഇട്ട് കൊടുക്കാമേ. അതൊന്ന് ഇതായിട്ട് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാമേ. ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം, എണ്ണയിലേക്ക്. അയ്യോ, ഇഞ്ചി വെളിച്ചെണ്ണയിൽ മൂത്ത് വരുന്ന ഒരു മണമുണ്ടല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെന്തോ ഭയങ്കര ഒരു അട്രാക്റ്റീവാണ്. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള മണങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ടോ കുക്ക് ചെയ്യുമ്പോൾ? അതൊന്ന് കമൻറ്റ് ഇടണം കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ പുളിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചു കേട്ടോ. ഇനി നന്നായിട്ട് ഇതൊന്ന് മൂത്ത് വരുന്ന വരെ ചെറുപറാന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി നന്നായിട്ട് മൂക്കുമ്പോൾ അയ്യോ നല്ല മണം. അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല, വാക്കുകളില്ല. ഇനി നമുക്ക് നമ്മുടെ പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ ടൈമിലാണ് നമ്മൾ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അതിൽ ആ കട്ടകളൊന്നും ഇല്ല കേട്ടോ. അതൊക്കെ ആ കട്ടകളൊക്കെ എടുത്ത് മാറ്റിയിട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് ഇതൊന്ന് കുറുകി അങ്ങനെ നമ്മുടെ നല്ല വായിൽ വെള്ളം ഊറണ നമ്മുടെ ഇഞ്ചിക്കറി, അതായത് പുളി ഇഞ്ചി എന്നൊക്കെ പറയില്ലേ, പാലക്കാടിനെ ഇതിനെ പറയണ ഇഞ്ചിപ്പുളി എന്നാണ് കേട്ടോ പറയാറ്. ഇഞ്ചിപ്പുളി എന്നാണ് അധികം കേട്ടിരിക്കുന്നത്. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് ഇഞ്ചിക്കറി എന്ന് കേട്ടിരിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ ഇതിനെ എന്താ പറയണമെന്നും കൂടെ ഒരു പേര് എന്താന്ന് പറയണം കേട്ടോ, കമൻറ്റ് ഇടണേ. ഇനി നമുക്ക് ശർക്കര, അതായത് വെള്ളം നേരത്തെ കാണിച്ചിരുന്നു. അപ്പോൾ നമുക്ക് ശർക്കരയും ഇതിൽ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് നമ്മൾ ആ പുളി അങ്ങോട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ 2 ഫുൾ ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ശർക്കര ആഡ് ചെയ്യാം. നന്നായി തിളച്ച് മറിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ടൈമിൽ അങ്ങോട്ട് ശർക്കര അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവേ. നമ്മുടെ പുളിക്കറി ഇങ്ങനെ ഇഞ്ചിക്കറി ഇങ്ങനെ കുറുകി നന്നായി തിളച്ച് കുറുകി വരണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പറയാതെ വയ്യ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇതുപോലെയൊക്കെ നിങ്ങളും ഒന്ന് ട്രൈ ഒക്കെ ചെയ്ത് നോക്കണം കേട്ടോ. ഇഞ്ചിക്കറി ഇപ്പോൾ ആരാ വെക്കാത്തത്? എല്ലാവരും വെക്കാം. അപ്പോൾ എല്ലാവരുടെയും റെസിപ്പീസ് ഇങ്ങനെയാണോ, ഇതുപോലെയാണോ നിങ്ങളുടെ നാട്ടിൽ ഇഞ്ചിക്കറി വെക്കുന്നതെന്നൊക്കെ ഒന്ന് മെസ്സേജ് ഇടണം കേട്ടോ, കമൻറ്റ് ഇടണേ. അതുപോലെ നമ്മുടെ ചാനലിൽ കുറേ വീഡിയോസ് ഉണ്ട്. എല്ലാം ഒന്ന് കണ്ടിട്ട് ഇതുവരെ കാണാത്ത ആൾക്കാരാണെങ്കിൽ എല്ലാം ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണോ അങ്ങനെയാണോ വെക്കണമെന്നൊക്കെ ഒന്ന് പറയണേ. അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ട് ഇതേ പാത്രത്തിലേക്ക് പകർത്തിയിട്ടുണ്ട്. നല്ല ഐസ്ക്രീം കാണുന്ന പോലെയില്ലേ, നല്ല സോഫ്റ്റായിട്ട്
നല്ലൊരു ഐസ്ക്രീമിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഒക്കെ നന്നായിട്ടുണ്ട്. എനിക്ക് തന്നെ വായിൽ വെള്ളം ഊറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടം. പുളിയൊക്കെ കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാർക്കായിരിക്കും ഈ ഇഞ്ചിക്കറി ഭയങ്കര ഇഷ്ടമാവുക. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഇഞ്ചിക്കറി ഉണ്ടാക്കി നോക്കണം, അതായത് ഇഞ്ചിപ്പുളി ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ, വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലൂടെ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ അപ്പൂസ് ക്രേസി വേൾഡിൻ്റെ വീഡിയോസൊക്കെ കാണണം. നിങ്ങൾ ഇതുവരെ സബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. വളരെയധികം സ്നേഹത്തോടു കൂടി. താങ്ക്